ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് 4 ചെക്കോട്ട സാരീസ് ആണ്. അതിലത്തെ 2 ചെക്കോട്ട സാരിയുടെ കളറ് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ കാണിക്കാത്ത 2 കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 സാരിയിൽ കാണുന്നത്. ബാക്കി രണ്ടും ബ്ലാക്കും വൈറ്റും ആണ്. അപ്പം അത് എല്ലാം റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം, എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് തയ്ച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു ഫംഗ്ഷന് ഉടുക്കാൻ പറ്റിയ രീതിയിലുള്ള കോട്ടൺ സാരിയാണ്. ചെക്കോട്ട സാരി മുതൽ സിമ്പിളായിട്ട് ഓഫീസിൽ പോകാനുള്ള ഡെയിലി വെയറിന് പറ്റിയ ചെക്കോട്ട സാരി വരെ. എന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ചാണ് ഞാൻ പറയുന്നത്. ഒന്നിൽ നല്ലോണം ഹെവി വർക്കും ചിലതിലൊക്കെ ലൈറ്റായിട്ട് ഒരു ഓഫീസിൽ പോകുമ്പോൾ വേണ്ടി വരുന്ന അത്ര ഒരു വർക്കുമുള്ള ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പം ആദ്യത്തെ സാരിയുടെ കളർ തന്നെ ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ്. നല്ലൊരു കളറാണ്. ഇതാണ് നമ്മുടെ സാരിയുടെ കളർ. ഇതിൻ്റെ അകത്ത് നല്ല മെറൂൺ കളർ അല്ലെങ്കിൽ പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് എന്ന് പറയാം. മെറൂൺ അല്ല, ഡാർക്ക് പിങ്ക് കളർ ത്രെഡ് ഇട്ടതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത്തിരി ഹെവി എംബ്രോയിഡറി ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. 13ഓളം ഡിസൈൻ ഉണ്ട്. അതും കുഞ്ഞു ഡിസൈൻ അല്ല, വലിയ വലിയ ഡിസൈൻസ് ആണ്. മുന്താണിയുടെ 2 ഭാഗത്തും ഉണ്ട് ഡിസൈനിങ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് സാരി വരുന്നത്. ഇതാണ് സാരിയുടെ മുന്താണി. മുന്താണിയുടെ ഇവിടെയുമുണ്ട്, നടുക്കുമുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് ബൂളിയൻ നോട്ടാണ്. ബൂളിയൻ നോട്ട് വെച്ചിട്ടാണ് ഈ ഫ്ലവർ തയ്ച്ചിരിക്കുന്നത്. സ്റ്റെംസ് ബ്രൗൺ കളറാണ് കൊടുത്താണ് തയ്ച്ചിരിക്കുന്നത്. അത് സ്റ്റെം സ്റ്റിച്ചാണ്. പിന്നെ ലീവ്സ് ഒരു കളർ ഗ്രീൻ കളർ വെച്ചിട്ട് ലേസി ഡേസി ആണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഫ്രഞ്ച് നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. അപ്പം ഇതുപോലത്തെ 3 ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. ഇങ്ങനെ 3 ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷോൾഡറിൽ വരുന്ന ഫ്രണ്ട് പ്ലീറ്റിലാണ് ഡിസൈൻ. ഫ്രണ്ട് പ്ലീറ്റിൽ അടുപ്പിച്ചായിട്ട് ഡിസൈനിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. 4 ഡിസൈനിങ് ആണ് ഫ്രണ്ട് പോർഷനിൽ അടുപ്പിച്ചായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നല്ലോണം വർക്ക് ഉണ്ട്. നോക്കുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഒത്തിരി തെറിച്ചിരിക്കുന്ന കളറും അല്ല, എന്നാൽ അത്യാവശ്യം നല്ലോണം എടുത്ത് നിൽക്കുന്നതുമാണ്. ആ ഒരു രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ് ഈ ഒരു സാരിക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു കളർ ബ്ലൗസും കൂടെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാം. അതല്ല ഈ സെയിം കളർ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നേരെ താഴെ, ഞാൻ യൂഷ്വലി ഇതിൻ്റെ പ്ലീറ്റ്സിലൊന്നും ഞാൻ ചെയ്യാറില്ല, പക്ഷേ ഈ ഒരു സാരിയുടെ പ്ലീറ്റ്സിലൊക്കെ നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലീറ്റ്സിൽ, താഴത്തെ പ്ലീറ്റ്സിൽ വരുന്ന വർക്കാണ്. ഇങ്ങനെ 4 എണ്ണം താഴെയും കൊടുത്തിട്ടുണ്ട്. 1 2 3 4. പിന്നെ പ്ലീറ്റ്സിൽ ഇത്രയും 4 എണ്ണം വരും ഇങ്ങനെ പ്ലീറ്റ്സിൽ. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലായിട്ട് കാലിൻ്റെ അവിടെയായിട്ട് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ താഴെ 5 ഡിസൈനിങ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 4 എണ്ണം, പിന്നെ നമ്മുടെ മുന്താണിയിൽ 3 എണ്ണം. അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത് സാരിയിൽ. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഡിസൈനിങ് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. മുന്താണിയിലും ഫ്രണ്ടിലും പ്ലീറ്റ്സിലും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു, കുറച്ചധികം വർക്കുണ്ട്. അപ്പോൾ റേറ്റും അതനുസരിച്ച് കൂടി ആണ് ഇരിക്കുന്നത്. 2800 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാണ് ആദ്യത്തെ സാരി. ഇത് ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ സ്കിൻ ടോൺസ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു ഷെയ്ഡ് നല്ലോണം ചേരും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാരി. ഒരു പീച്ച് ഷെയ്ഡ് ചെക്കോട്ടയാണ്. പീച്ച് കളറിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അത് വളരെ സിമ്പിളാണ്, ഒത്തിരി ഹെവി വർക്കൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള വർക്കാണ്.
ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈനിങ് ഒരു മാംഗോ ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ മുന്താണി ഇതുപോലെയാണ്, ഒരു കുഞ്ഞു ഡിസൈനിങ് ആണ്, ഒത്തിരി വലിയ ഡിസൈൻ അല്ല, മാംഗോ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. നടുക്ക് പേള് വെച്ചിട്ടുണ്ട്. ഇത് സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫുള്ളും സാറ്റിൻ സ്റ്റിച്ചാണ്. ലീവ്സ് ആയാലും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആയാലും സാറ്റിൻ സ്റ്റിച്ചാണ്. ഇത് ലൈറ്റ് ഗ്രീനും ഇത് ലാവൻഡർ ഷെയ്ഡ്, കുറച്ച് ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ ഫ്ലവറേ ഉള്ളൂ റണ്ണിങ് പോർഷനിൽ. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലത്തെ മാംഗോ ഡിസൈനിങ് 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. 3 മാംഗോ ഡിസൈനും 2 കുഞ്ഞ് ഫ്ലവർ പാറ്റേണുമാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ. ഇതുമാതിരി ഒരു ഫ്ലവർ കഴിഞ്ഞ് ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്തൊരു സിംഗിൾ ഫ്ലവർ, പിന്നെ ഒരു മാംഗോ ഡിസൈൻ, പിന്നെ ഒരു സിംഗിൾ ഫ്ലവർ, പിന്നെ ഒരു മാംഗോ ഡിസൈൻ. അങ്ങനെ ഫ്രണ്ടിലെ 3 ഡിസൈനും 2 വലിയ ഡിസൈനും 2 കുഞ്ഞ് ഡിസൈനുമാണ്, സിംഗിൾ ഫ്ലവർ ഡിസൈനുമാണ് സാരിക്കിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു മാംഗോ ഡിസൈൻ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 5 വലിയ ഡിസൈനും 3 കുഞ്ഞു ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 1675 ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതും സിംഗിൾ പീസസ് ആണ്, ഞാൻ കാണിക്കുന്ന എല്ലാം സിംഗിൾ പീസസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇനി നമ്മുടെ മൂന്നാമത്തെ സാരി ഒരു വൈറ്റ് ചെക്കോട്ട സാരിയാണ്. അപ്പം അതിൻ്റെ ഡിസൈനിങ് ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത്. അത് ഫുൾ സാരി തയ്ച്ചു കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെയാണ് ഇരിക്കണേന്ന് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് വൈറ്റിൻ്റെ അകത്ത് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ തയ്ച്ചിരിക്കുന്ന ഒരു ഡിസൈനിങ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയിൽ ഒരു ഡിസൈൻ, ആ സൈഡിൽ ഒരു ഡിസൈൻ ഉണ്ട്, നടുക്ക് ഒരു ഡിസൈൻ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഒരു ഡിസൈൻ ഉണ്ട്. അങ്ങനെ 3 ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിലോട്ടാണ് പോകുന്നത്. നേരെ കുഞ്ഞ് ഡിസൈൻ ആണ്, പക്ഷെ ഇത് സ്കാറ്റർ ചെയ്ത് ഓൾ ഓവർ ദ ബോർഡർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കഴിയുമ്പോൾ അടുത്ത ഡിസൈൻ വരും റണ്ണിങ് പോർഷനിൽ. പിന്നെ അടുത്ത ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ മാറ്റി ഫ്രണ്ട് പോർഷനിലായി ഡിസൈനിങ്, ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിലായി. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഈ ഫ്ലവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പ്ലീറ്റ്സ്, താഴത്തെ പ്ലീറ്റ്സ് വരെ കണ്ടിന്യൂസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 13 ഡിസൈൻസ് ആണ് ഇതുപോലത്തെ ഉള്ളത്. പ്ലീറ്റ്സിൻ്റെ ഫ്രണ്ട് വരെയാണ് ഈ ഒരു ഡിസൈനിങ് ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഒത്തിരി തെറിച്ച് നിൽക്കുന്നതല്ല. നമ്മളൊരു കുഞ്ഞ് ബാപ്റ്റിസത്തിനോ അതല്ല ഒരു കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു സാരി ധരിച്ചുകൊണ്ട് പോകാം. ഇതിൻ്റെ അകത്ത് പ്ലീറ്റ്സിലില്ല റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ, താഴെ ആ പ്ലീറ്റ്സിൻ്റെ ഫ്രണ്ട് വരെയുള്ളിടത്താണ് ഈ വർക്ക് കണ്ടിന്യൂസ് പോകുന്നുള്ളൂ. ആ പ്ലീറ്റ്സിലും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വർക്കില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 13 ഡിസൈൻ ആണ് ഇങ്ങനത്തെ ഉള്ളത്. ഇത് റെഡി ഫോർ സീലാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1900 ആണ്. അതിൻ്റെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. റേറ്റ് 1900 ആണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ സാരി കണ്ടു നോക്കാം. അതൊരു ബ്ലാക്ക് സാരിയാണ്. അതിൻ്റെ ഡിസൈനിങ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ള ഡിസൈനിങ് തന്നെയാണ്, പക്ഷെ നമ്പർ ഓഫ് ഡിസൈൻസ് കുറച്ച് കൂടുതലാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റേറ്റിനും കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിസൈനിങ് ആണ്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുള്ള ഡിസൈനിങ് തന്നെയാണ്. സ്പൈഡർ വർക്ക് ആണ്. ബ്ലാക്കിൻ്റെ അകത്ത് പിങ്ക് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് തയ്ച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ചെക്കോട്ടയാണ്. വീഡിയോയിൽ ചിലപ്പോൾ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. ഇത് ആക്ച്വലി പ്യുവർ ബ്ലാക്ക് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡബിൾ ഷെയ്ഡ് കളർ ത്രെഡ്, ആങ്കർ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് സ്പൈഡർ വർക്ക് ആണ്. ഇത് സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് തയ്ച്ചിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഇത് മുന്താണിയുടെ ഒരു സൈഡിലേ ഉള്ളൂ, ഒരു എൻഡിലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ 2 കുഞ്ഞ് ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഷോൾഡർ പോർഷനിലോട്ടാണ് പോകുന്നത്. ഷോൾഡർ പോർഷനിൽ എത്തുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് കാണിച്ച സാരിയിൽ ഈ ഷോൾഡർ പോർഷനിൽ 2 ഡിസൈനേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സാരിയിൽ 3 ഡിസൈനായി മാറിയിട്ടുണ്ട്. അത് 3 ഡിസൈനാണ് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 3 ഡിസൈൻ. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച സാരിയിൽ ഇങ്ങനെ താഴത്തും വർക്കില്ല, ഈ ഒരു ഡിസൈനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാരിയിൽ കുറച്ച് 2 ഡിസൈൻ കൂടുതലാണ് നേരത്തെ കാണിച്ചതിനേക്കാൾ.
അപ്പോൾ ഇതിൻ്റെ റേറ്റും അതനുസരിച്ച് കുറച്ച് മാറുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.